ഞാനെന്തോ എടുക്കാനെന്ന മിട്ടൽ അവന്റെ പിന്നിൽ കുനിഞ്ഞു നിന്ന് പെട്ടെന്ന് അവനെ കടലിലേക്ക് എടുത്തെറിഞ്ഞു. വിദഗ്ധനായൊരു നീന്തൽക്കാരനായ ആ കാപ്പിരി നീന്തി വന്ന് തന്നെ പിടിച്ചു കയറ്റാൻ അഭ്യർത്ഥിച്ചു. ലോകം മുഴുവൻ എന്നോടൊപ്പം ചുറ്റിക്കറങ്ങാമെന്നവൻ പറഞ്ഞു. അവൻ ഭയങ്കര വേഗത്തിൽ നീന്തി ബോട്ടിനരികിലെത്തി. തിരിച്ചു നീന്തി കരയ്ക്കണയുകയാണ് നല്ലതെന്ന് ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞു. നിനക്ക് നന്നായി നീന്താൻ അറിയാം. തിരിച്ചുപോയാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. അതല്ല, ബോട്ടിൽ കയറാനാണ് ഭാവമെങ്കിൽ ഞാൻ നിന്റെ ശിരസിലേക്ക് വെടിവെക്കും. ഞാൻ രക്ഷപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവൻ തിരിഞ്ഞ് കരയിലേക്ക് നീന്തി. അവൻ നിഷ്പ്രയാസം കരയ്ക്കണഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം അവൻ അതിസമർത്ഥനായൊരു നീന്തൽ വിദഗ്ധനാണ്. അവൻ പോയപ്പോൾ ഞാൻ അടിമബാലന്റെ അടുത്തു ചെന്ന് പറഞ്ഞു. സൂരി എന്നാണ് അവന്റെ പേര്. സൂരി, നീ എന്നോട് കൂറുള്ളവനാണെങ്കിൽ നിന്നെ ഞാനൊരു വലിയ മനുഷ്യനാക്കാം. എന്നോട് സത്യസന്ധത പാലിക്കുമെന്ന് നീ ശപഥം ചെയ്യണം. അല്ലെങ്കിൽ നിന്നെ ഞാൻ കടലിലേക്ക് എടുത്തെറിയും. അവൻ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. നിഷ്കളങ്കതയോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് അവനെ അവിശ്വസിക്കാനായില്ല. എന്നോട് കൂറുള്ളവനായിരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. എന്നോടൊപ്പം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുമെന്നും. കാപ്പിരി തിരിച്ച് കരയിലേക്ക് നീന്തിക്കൊണ്ടിരിക്കവേ ഞാൻ ബോട്ട് കടലിനുള്ളിലേക്ക് വിട്ടു. എന്റെ പോക്ക് കണ്ടാൽ ജിബ്രാൾട്ടറിലേക്കാണെന്ന് ആർക്കും തോന്നും. ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തെക്കുഭാഗത്തുള്ള പ്രാകൃതരുടെ കടൽ തീരത്തേക്കാണെന്ന് ആർക്കാണ് ഊഹിക്കാനാകുക? അവിടെ ചെന്നപ്പെട്ടാൽ കാപ്പിരികൾ അവരുടെ വഞ്ചികളുമായി വളയുമെന്നും ഞങ്ങളെ നശിപ്പിക്കുമെന്നും ഉറപ്പാണ്. കരയ്ക്കിറങ്ങിയാൽ ക്രൂരമുഖങ്ങളോ പ്രാകൃത മനുഷ്യരോ ഞങ്ങളെ പിടിച്ചു വിഴുങ്ങുകയും ചെയ്യും. എന്നാൽ സന്ധ്യ ആയതോടെ ഞാൻ ബോട്ടിന്റെ ഗതി തെക്കുകിഴക്കാക്കി കരയോടടുപ്പിച്ചാണ് പോയത്. ചെറിയ കാറ്റും ശാന്തമായ കടലും സഹായിച്ചതിനാൽ പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയാകുമ്പോഴേക്കും സല്ലിയിൽ നിന്ന് 150 മൈലെങ്കിലും ദക്ഷിണഭാഗത്ത് ഞങ്ങൾ എത്തും എന്നുറപ്പാണ്. മൊറോക്കോ ചക്രവർത്തിയുടെ അതിർത്തിക്കപ്പുറത്ത്. എനിക്ക് കാപ്പിരികളോട് അത്രയ്ക്ക് ഭയമായിരുന്നതിനാൽ കരയ്ക്കടുപ്പിക്കാതെ ഒരിടത്തും നിർത്താതെ നങ്കൂരം പോലും ഇടാതെ 5 ദിവസം ഞങ്ങൾ പിന്നിട്ടു. പിന്നീട് കരയ്ക്ക് കയറാമെന്ന ഉദ്ദേശത്തിൽ ഒരു ചെറിയ നദീമുഖത്ത് നങ്കൂരമിട്ടു. ഞങ്ങൾ എത്തിയ സ്ഥലം ഏതാണെന്നോ ഏതു രാജ്യമാണെന്നോ ഏത് ലാറ്റിറ്റ്യൂഡാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഒറ്റ മനുഷ്യരെയും അവിടെ കണ്ടില്ല, കാണാൻ ആഗ്രഹിച്ചുമില്ല. ഞങ്ങൾക്ക് കുടിവെള്ളം മാത്രമാണ് ആവശ്യം. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇരുട്ടായിരുന്നു. കരയിലേക്ക് നീന്തി ചെന്ന് സ്ഥലം കണ്ട് മനസ്സിലാക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ രാത്രി ആയപ്പോൾ വന്യജീവികളുടെ ഭീതിപ്പെടുത്തുന്ന കുരയും അലർച്ചയും കേട്ട് ഏതുതരം ജീവികളാണതെന്ന് പോലും പിടികിട്ടിയില്ല. ആ പാവം ബാലൻ പേടിച്ച് ചാകാറായി. പകൽ സമയത്ത് അവിടെ പോയാൽ മതിയെന്നവൻ യാചിച്ചു. ശരി സൂരി, ഞാൻ പറഞ്ഞു. എന്നാൽ പകലൊരു പക്ഷേ സിംഹങ്ങളെ പോലെ ക്രൂരമായ മനുഷ്യരെ ആയിരിക്കും നമ്മൾ കണ്ടുമുട്ടുക. അപ്പോൾ നമ്മൾ അവർക്ക് സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെടിത്തോക്ക് നൽകി അവരെ ഓടിക്കും. അവന്റേതായ ഇംഗ്ലീഷിൽ. അവന് ഞാനൊരു പെഗ് മദ്യം കൊടുത്തു. യജമാനന്റെ ഒരു കുപ്പി തുറന്ന്. അവൻ ആഹ്ലാദവാനായി. എന്തായാലും സൂര്യയുടെ ഉപദേശം നല്ലതു തന്നെ. ഞാനത് സ്വീകരിച്ചു. ഞങ്ങൾ നങ്കൂരം വിട്ട് അനങ്ങാതെ കിടന്നു. എന്നാൽ ഉറങ്ങിയതേയില്ല. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭീമാകാരമായ പലതരം ജന്തുക്കളെ ഞങ്ങൾ കണ്ടു. അവയെ എന്ത് പേര് വിളിക്കണമെന്ന് അറിയില്ല. അവ കടൽ തീരത്തു വന്ന് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി കളിച്ചു രസിച്ചു. അവയുടേതുപോലെ ഇത്രയും വൃത്തികെട്ട ശബ്ദം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അതുകൊണ്ട് രാത്രി കരയ്ക്കിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. പകൽ എങ്ങനെ അവിടേക്ക് പോകുമെന്നതും പ്രശ്നം തന്നെ. അവിടെയുള്ള പ്രാകൃത മനുഷ്യരുടെ കയ്യിലകപ്പെട്ടാൽ സിംഹങ്ങളുടെയോ കടുവകളുടെയോ കയ്യിലകപ്പെടുന്നതിനേക്കാൾ കഷ്ടമായിരിക്കും. എങ്ങനെ നോക്കിയാലും ദുരിതം തന്നെ. എന്തായാലും കുടിവെള്ളത്തിനായി ഞങ്ങൾക്ക് പോകാതെ പറ്റില്ല. കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും ബോട്ടിൽ അവശേഷിച്ചിട്ടില്ല. എങ്ങനെ വെള്ളം കിട്ടാനാണ്? സൂര്യ കരയിലേക്കൊരു ജാറുമായി പോയി. അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെള്ളം കൊണ്ടുവരാമെന്ന് ഏറ്റു. എന്നാൽ അവനോട് ബോട്ടിലിരുന്നാൽ മതി, ഞാൻ പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതിനുള്ള ആ ബാലന്റെ മറുപടി ഒരിക്കലും മറക്കാനാവാത്തതായിരുന്നു. അത് എന്റെ മനസ്സിൽ സ്പർശിച്ചു. കാട്ടുമനുഷ്യർ വന്ന് എന്നെ തിന്നാൽ നിങ്ങൾക്ക് പോകാം. ശരി സൂരി, ഞാൻ പറഞ്ഞു. നമ്മൾക്ക് ഒന്നിച്ചു പോകാം. കാട്ടുമനുഷ്യർ വന്നാൽ നമ്മൾക്ക് അവരെ കൊല്ലാം. അവർ നമ്മളെ ഇരുവരെയും തിന്നില്ല. ഞങ്ങൾ ബോട്ട് കഴിയുന്നത്ര കരയോടടുപ്പിച്ചു. 2 ജാറും തോക്കുകളും പിടിച്ച് ഞങ്ങൾ കരയ്ക്കിറങ്ങി. കാട്ടുമനുഷ്യർ വഞ്ചിയിൽ വന്ന് ഞങ്ങളുടെ ബോട്ട് പിടിച്ചെടുത്തെങ്കിലോ എന്ന് ഭയന്ന് ബോട്ട് കാണാവുന്നത്ര ദൂരത്തിൽ ഞാൻ നിന്നുള്ളൂ. 1 മൈൽ ദൂരം സമതലം കണ്ടപ്പോൾ സൂര്യ അങ്ങോട്ട് പോയി. കുറച്ചു കഴിഞ്ഞ് അവൻ എന്റെ അടുക്കിലേക്ക് പാഞ്ഞെത്തി. അവനെ കാട്ടുമനുഷ്യരോ വന്യമൃഗങ്ങളോ ഭയപ്പെടുത്തിയതിനാൽ സഹായത്തിനായി എന്റെ അടുത്തേക്ക് ഓടി വരികയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവന്റെ തോളിൽ എന്തോ ഞാന്നു കിടക്കുന്നുണ്ട്.
അവൻ വെടിവെച്ചിട്ട് കൊന്ന മുയലിനെ പോലുള്ളൊരു ജീവി. എന്നാൽ നിറത്തിൽ വ്യത്യാസമുണ്ട്. നീണ്ട കാലുകൾ. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. നല്ല സ്വാദുള്ള ഇറച്ചി, നല്ല കുടിവെള്ളം കണ്ടെന്നും കാട്ടുമനുഷ്യർ ഇല്ലെന്നും അവൻ പറഞ്ഞതായിരുന്നു അതിനേക്കാൾ സന്തോഷമുള്ള കാര്യം. മുമ്പൊരിക്കൽ ഞാൻ ഈ ഭാഗത്തുകൂടെ കടൽ യാത്ര നടത്തിയിരുന്നതിനാൽ കാനറി ദ്വീപുകളും വെർഡ് ദ്വീപുകളും ഇവിടുന്നധികം ദൂരെയല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ലാറ്റിറ്റ്യൂഡ് അളക്കാനുള്ള ഉപകരണങ്ങൾ എന്റെ പക്കൽ ഇല്ലാതിരുന്നതിനാൽ കൃത്യമായി എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ ദ്വീപ് ഏതാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായേനെ. എന്നാൽ ഇംഗ്ലീഷ് ചരക്കുകപ്പലുകൾ ഇതുവഴി പോകുമെന്നും ഞങ്ങളെ രക്ഷിക്കുമെന്നും ഞാൻ ആശിച്ചു. എന്റെ കണക്കനുസരിച്ച് മൊറോക്കോ ചക്രവർത്തിയുടെ രാജാതിർത്തിക്കും കാപ്പിരികൾക്കും ഇടയിലുള്ള മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപാണിത്. വന്യമൃഗങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഈ തീരത്തിൽ നിന്നും ഏകദേശം 100 മൈലോളം ഞങ്ങൾ കണ്ടത് മനുഷ്യവാസമില്ലാത്ത വിശാലമായ ഭൂപ്രദേശമാണ്. രാത്രി വന്യമൃഗങ്ങളുടെ അലർച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു. പകൽ 1-2 പ്രാവശ്യം കാനറി ദ്വീപിലെ മലയുടെ അഗ്രം കണ്ടതുപോലെ എനിക്ക് തോന്നി. അവിടെ എത്താനുള്ള മോഹം എന്റെ മനസ്സിലുദിച്ചു. എന്നാൽ കാറ്റ് നേരെ എതിർവശത്തേക്കായിരുന്നു. തിരമാലകളും ഉയർന്നു വന്നു. അതുകൊണ്ട് തീരത്തുകൂടെ തന്നെ പോകുവാൻ ഞങ്ങൾ നിർബന്ധിതരായി. ആ സ്ഥലം വിട്ട ശേഷം പല സ്ഥലത്തും കുടിവെള്ളത്തിനു വേണ്ടി ഞങ്ങൾ കരക്കിറങ്ങി. ഒരിക്കലൊരു സിംഹത്തെ കൊല്ലേണ്ടി വന്നു. ഒരു വിനോദത്തിന് വേണ്ടി മാത്രം, ഭക്ഷണത്തിനായല്ല. ഒന്നിനും കൊള്ളാത്ത ഈ മൃഗത്തെ കൊല്ലുവാനായി 3 വെടിയുണ്ടകളും കരിമരുന്നും നഷ്ടപ്പെടുത്തേണ്ടി വന്നതിൽ ഞാൻ ഖേദിച്ചു. എന്നാൽ അതിന്റെ തുകൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായെങ്കിലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ അതിന്റെ തുകൽ ഞാനും സൂര്യയും കൂടി ഉരിഞ്ഞെടുത്തു. സൂര്യ ഈ പണിയിൽ വിദഗ്ധനായിരുന്നു. എനിക്ക് വശമില്ല. ഒരു ദിവസത്തെ അധ്വാനമായിരുന്നു അത്. ഞങ്ങളത് ക്യാബിന്റെ മുകളിൽ വിരിച്ചിട്ട് 2 ദിവസം കൊണ്ട് ഉണക്കിയെടുത്തു. എനിക്കത് കിടക്കാൻ ഉപകരിച്ചു. പിന്നീട് 10-12 ദിവസം തുടർച്ചയായി തെക്കോട്ട് യാത്ര ചെയ്തു. ഭക്ഷണ സാധനങ്ങൾ തീർന്നു തുടങ്ങി. വെള്ളം പിടിക്കാനല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾ കരയ്ക്കിറങ്ങിയില്ല. കേപ്പ് ഡി വെർഡിൽ എത്തിയാൽ ഏതെങ്കിലും യൂറോപ്യൻ കപ്പൽ കണ്ടെത്താനാകുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. എങ്ങോട്ട് തിരിയണമെന്ന് എനിക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു. ദ്വീപുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയോ കാപ്പിരികൾക്കിടയിൽപ്പെട്ട് നശിക്കുകയോ ചെയ്യാം. യൂറോപ്പിൽ നിന്നുള്ള എല്ലാ കപ്പലുകളും ഗിനിയയിലേക്കോ ബ്രസീലിലേക്കോ ഈസ്റ്റ് ഇൻഡീസിലേക്കോ പോകുന്നത് ഈ മുനമ്പിലോ ദ്വീപിലോ വന്നിട്ടാണ്. അങ്ങനെ ഈ ഒരു ആശയിൽ ഞാൻ കഴിഞ്ഞു. ഏതെങ്കിലും ഒരു കപ്പൽ ഞാൻ കണ്ടെത്തും, അല്ലെങ്കിൽ ചത്തൊടുങ്ങും. അപ്രകാരം 10 ദിവസങ്ങൾ കൂടി തുടർന്നു. 11-ാം ദിവസം ചിന്താമഗ്നനായി ഞാൻ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. സൂര്യ ആയിരുന്നു ചുക്കാൻ പിടിച്ചിരുന്നത്. പെട്ടെന്ന് അവൻ ഉറക്കെ നിലവിളിച്ചു, "ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ, ഒരു കപ്പൽ പോകുന്നു." ആ മണ്ടൻ വിചാരിച്ചത് യജമാനന്റെ ആളുകൾ ഞങ്ങളെ തിരഞ്ഞ് കപ്പലിൽ വന്നതാണെന്നാണ്. അവരുടെ അതിർത്തിയിൽ നിന്നും അതിദൂരം ഞങ്ങൾ പോയെന്ന് എനിക്കറിയാം. ഞാൻ ക്യാബിനിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അത് വെറും ഒരു കപ്പലല്ല, പോർച്ചുഗീസ് കപ്പലാണ്. എത്ര കഷ്ടപ്പെട്ട് വേഗത്തിൽ ഓടിച്ചാലും എനിക്ക് അവരെ സമീപിക്കാനാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അവർക്ക് സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് കപ്പൽ പോയി കഴിയും. ഞാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടും ഒന്നും പറ്റാതെ നിരാശനായി നിൽക്കുമ്പോൾ അവർ ദൂരം ആപ്പിനിയിലൂടെ എന്നെ കണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും യൂറോപ്യൻ കപ്പൽ തകർന്നവരുടെ ബോട്ടായിരിക്കുമെന്നവർ ഊഹിച്ചു കാണും. ഞാൻ അടുത്തു വരാനായി അവർ കപ്പലിന്റെ വേഗം കുറച്ചു. അടുത്തെത്തിയപ്പോൾ പോർച്ചുഗീസ്, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ അവർ എന്നോട് സംസാരിച്ചു നോക്കി. എന്നാൽ എനിക്കതൊന്നും മനസ്സിലായില്ല. ഒടുവിൽ ഒരു സ്കോട്ട് നാവികൻ കപ്പലിൽ നിന്ന് എന്നോട് ഇംഗ്ലീഷിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാനൊരു ഇംഗ്ലീഷുകാരനാണെന്നും സല്ലിയിലെ കാപ്പിരികളുടെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്നും മറുപടി നൽകി. അപ്പോൾ എന്നോട് അവർ വലിയ ദയ കാണിച്ചു. എന്റെ സാമാനങ്ങളും പൊക്കിയെടുത്ത് കപ്പലിൽ വെച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.